കൂട്ടുകെട്ടുകാരൻ അജിത് കുമാർ. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ അസാധാരണ നടപടിയുമായി സർക്കാർ. ADGPക്കെതിരെ മുൻ സംസ്ഥാന പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തിരിച്ചയച്ചു. നിലവിലെ പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖരനോട് പുതിയ അഭിപ്രായം തേടിയാണ് റിപ്പോർട്ട് തിരിച്ചയച്ചത്. അജിത് കുമാറിനായി ഏതോ അദൃശ്യശക്തി പ്രവർത്തിക്കുന്നുവെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ സംശയം ബലപ്പെടുത്തുന്ന നടപടിയാണ് സർക്കാരിൽ നിന്നുണ്ടായത്. അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്നും നടപടി വേണമെന്നുമുള്ള പോലീസ് മുൻ മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തിരിച്ചയച്ചു. ഇപ്പോഴത്തെ പോലീസ് മേധാവിയോട് അഭിപ്രായം തേടിയാണ് റിപ്പോർട്ട് തിരിച്ചയച്ചത്. തൃശൂർ പൂരം നടത്തിപ്പിൽ അജിത്തിന് വീഴ്ചയുണ്ടായെന്നും ജോലി ചെയ്യാതെ ഗസ്റ്റ് ഹൗസിൽ പോയി കിടന്നുറങ്ങിയെന്നുമായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ. റിപ്പോർട്ട് അംഗീകരിച്ച ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. അവിടെ നിന്നാണ് ഫയൽ വീണ്ടും പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുന്നത്. ADGP P. വിജയന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമെന്ന ആരോപണവും വ്യാജമെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിലും അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ദർവേസ് സാഹിബ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടും പുതിയ പോലീസ് മേധാവിയുടെ പരിശോധനയ്ക്കായി മടക്കിയിരിക്കുകയാണ്. നടപടി ശുപാർശ രവാഡ ചന്ദ്രശേഖർ പിൻവലിച്ചാൽ ആ പഴുതുപയോഗിച്ച് വിശ്വസ്തനെ രക്ഷിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. അജിത് കുമാറിനെതിരായ DGPയുടെ റിപ്പോർട്ട് പുറത്തുവരുന്നതിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര വലിയ അസ്വസ്ഥതയെന്നായിരുന്നു K. മുരളീധരന്റെ പ്രതികരണം. റിപ്പോർട്ട് മടക്കിയത് ദൗർഭാഗ്യകരമായ നടപടിയാണ്. ഇതിനെതിരെ പ്രതിപക്ഷം ശക്തമായി പ്രതികരിക്കുമെന്നും K. മുരളീധരൻ പറഞ്ഞു. അതുണ്ടെങ്കിൽ അത് അത്യന്തം ഗുരുതരാണ്. കാരണം ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കുന്നതിൻ്റെ ഇടയിൽ സ്വന്തം കാര്യം ഒപ്പിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇപ്പോൾ പൂരം കലക്കിയ സംഭവം പുറത്തു വരുന്നതിൽ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര അസ്വസ്ഥത? അപ്പോൾ കള്ളവോട്ടും അതിനു പുറമെ സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങും സുരേഷ് ഗോപിയുടെ വിജയത്തിന് സഹായകമായി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് വളരെ ദൗർഭാഗ്യകരമാണ് ഈ നടപടി. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരായി ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും. അതുകൊണ്ട് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അല്ലെങ്കിൽ വിജിലൻസ് കോടതിയുടെ വിധി പോലെ ഭാവിയിലും വിധികൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടുണ്ടാവും. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ അദ്ദേഹത്തിനുണ്ടാവും. സ്വപ്നയ്ക്കും PC-ക്കുമെതിരെ കുറ്റപത്രം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനും PC ജോർജിനുമെതിരെ കുറ്റപത്രം. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് കുറ്റപത്രം. KT ജലീൽ നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത്. ധർമ്മസ്ഥലയിൽ അട്ടിമറിയോ?